പഴയ സാംസനാക്കല്ലേ, സാംസന് ആശീർവാദക്കാരനായ അവൻ എൻ്റെ തലമുടി അല്ലേ, അവൻ തലമുടി ജനിച്ചപ്പോൾ തലമുടി മുറിച്ചിട്ടില്ലായിരുന്നു. ആശീർവാദം ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു. അതിൻ്റെ അടയാളമായിരുന്നു അവൻ്റെ തലമുടി മുറിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു സ്ത്രീ അവനെ വശീകരിച്ച് അവസാനം കൊണ്ടുപോയി ഇവൻ്റെ തലമുടി മുറിക്കുന്നത്. മുറിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വിട്ടു, കൃപ പോയി അവന്. പിന്നെ അപ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ കൂടി, ചിലരൊക്കെ നമ്മുടെ കൂടെ കൂടും തന്നെ നമ്മുടെ കൃപകളെ വേണ്ടി. അപ്പോൾ അത് എടുത്തു കളയത്, അതിനുവേണ്ടി പരിശ്രമമാണ്. എങ്ങനെയാണ് അഭിഷേകം വരുന്നത്, എങ്ങനെയാണ് കൃപ വരുന്നത്, നമ്മൾ അറിയുപോലും ഇല്ല. അപ്പോൾ ചില അടുപ്പങ്ങളാണ് നമ്മളെ വലിയ ബന്ധനത്തിൽ കൊണ്ട് എത്തിക്കുന്നത്. ന്യായമായ അടുപ്പങ്ങളായി, പക്ഷെ അവിടെ കൊണ്ടിട്ട് മുറിച്ചു. അപ്പോൾ ആ കൃപ ചോർന്നു പോകുന്ന കാണാൻ പറ്റും. അവസാനം ഈ സാംസണാകെ നിരാശപ്പെട്ടു. അവനെ കൊണ്ട് ശത്രുക്കൾ കൊണ്ടുപോകുന്നു, അവനെ കെട്ടിയിടിക്കുന്നു, അവൻ അടിമയായിത്തീരുന്നു, അടിമ പോലെ ആയിത്തീരുന്നു. അവൻ്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കുന്നു, അവന് ഭയങ്കര തകർന്നു പോകുന്ന കാണാൻ പറ്റും. അവസാനം കരയുന്നു. അനുഭവിച്ച് കഴിയുമ്പോൾ ഏറ്റവും അവസാനം മരണസമയത്താണ് അവനെ കൃപ തിരിച്ചു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കിട്ടുന്നു. അവനൊരു അടയാളം കാണിച്ചു, ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഈ കൃപ പോകും നമ്മൾ അറിയില്ല. കൃപ വരുന്ന പോലെ തന്നെ കൃപ പോകുന്നു, ചോർന്നു പോകുന്നു അറിയത്തില്ല. രണ്ട് കൊടുത്തോടെ ഹല്ലേലൂയ. ഒരുപാട് പേർക്ക് അതാണ് അനോയിന്റിങ് കിട്ടിയവർക്ക് അനോയിന്റിങ് പോകുന്നുണ്ട്. ഒത്തിരി പേർക്ക് അനോയിന്റിങ് കിട്ടിയവരുടെ അനോയിന്റിങ് ഒത്തിരി പോകുന്നു. അവർ പോലും അറിയുന്നില്ല, അവർ സമ്മതിക്കത്തില്ല. അവർ അനോയിന്റിങ് പോയത് അവർ സമ്മതിക്കത്തില്ല, പക്ഷെ അവർ അനോയിന്റിങ് പോയെന്നുള്ളത്